സ്വാഗതം. സയന ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ഏഞ്ചൽസ് ആൻഡ് ആൻസസ്റ്റേഴ്സ് എന്ന ടാരോ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് മാലാഖമാർ അല്ലെങ്കിൽ താങ്കളുടെ പൂർവികർ താങ്കളോട് പറയാൻ ശ്രമിക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പൊതുവേ നാം വിശ്വസിക്കുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏഞ്ചൽസും നമ്മളെ സ്നേഹിക്കുന്ന പൂർവികരും ഉണ്ടെന്ന് തന്നെയാണ്. അവർ നമുക്ക് ചില നിർദ്ദേശങ്ങൾ തരും. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻസുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാം. രണ്ട് കാർഡുകൾ ചേർന്നൊന്നുണ്ട്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഭാവിനെ കുറിച്ച് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണ് അവർക്ക് തരാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് സി ബിയോണ്ട് ദ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നൊരു കാർഡാണ്. അതായത് ഇപ്പോഴുള്ള ഒരു ചുറ്റുപാടുകൾക്കപ്പുറമായി അതീതമായി കാണുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബന്ധങ്ങളിലെ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും അറിയാമല്ലോ. എപ്പോഴും നമ്മൾ ചെറിയ പിണക്കങ്ങൾ, പടലപ്പിണക്കങ്ങൾ, പ്രശ്നങ്ങളെല്ലാം ഒരുപക്ഷെ ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞ് പിന്നീട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കാതെ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ഒരു പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഒക്കെ എങ്ങനെ നമുക്കത് മാറും എന്ന രീതിയിൽ ഇതൊക്കെ റിലേഷൻഷിപ്പ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല രീതിയിലുള്ള വിവാഹ ബന്ധങ്ങളും അല്ലെങ്കിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല രീതിയിലുള്ള ബന്ധങ്ങളുമാണ്. ഇനി ഫിനാൻസിനെ പറ്റി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 2 കാർഡുകൾ ഒരുമിച്ചാണ് വന്നത്. ഒന്ന് എയർ ഗാർഡിയൻ എന്നുള്ളതാണ്, ഷിഫ്റ്റ് യുവർ പെർസെപ്ഷൻ എന്നുള്ളതും. 2 ഷീ വുൾഫ് എന്ന് പറയുന്ന കാർഡുമാണ്. ഷിഫ്റ്റ് യുവർ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട് മാറ്റും എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷേ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ പറയാറുണ്ട്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളെ അട്രാക്ട് ചെയ്യുന്നുള്ളത്. നമ്മൾ പണമില്ല, ബുദ്ധിമുട്ടാണ്, കാശില്ല എന്നെല്ലാം ഈവൻ കമൻറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ആ ഒരു എനർജിയാണ് നമ്മളിലേക്ക് ആകർഷിക്കുന്നത്. അതുകൊണ്ട് നമ്മളോടും നമ്മുടെ പെർസെപ്ഷൻ മാറ്റാനാണ് പറയുന്നത്. അതായത് നമ്മളിലേക്ക് ഈ സമ്പത്ത് ആകർഷിക്കുന്നു, നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഇതാക്കുന്നു, നമ്മൾ സമ്പത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നു, നമ്മുടെ ഗോൾസ് നോക്കുന്നു, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നോക്കുന്നു എന്ന രീതിയിലേക്ക് വരണം. അല്ലാതെ ദുരിതങ്ങളിലേക്ക് നോക്കരുത്. മാത്രമല്ല നമ്മുടെ ഉള്ളിനുള്ളിലുള്ള ഏറ്റവും പവറിനെ പുറത്തേക്ക് എടുക്കേണ്ട ഒരു സമയമാണ്. ഈ ഒരു സമയം വിഷമിച്ച് കളയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. ഫ്യൂച്ചറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്ത് കാർഡാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫ്യൂച്ചർ എന്ന് പറയുന്ന മൗണ്ടൻ എന്ന് പറയുന്ന കാർഡാണ്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറയുന്ന കാർഡ് വരുന്നത് പൊതുവേ നമുക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആകുമ്പോഴാണ്, നമുക്ക് തന്നെ ക്രഷായി മതിയായി എന്ന് തോന്നുമ്പോഴാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഒരു മലകയറ്റത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അവസാനത്തെ ഭാഗമാണ്. അതുവരെ ആദ്യമൊക്കെ വളരെ ഉല്ലാസമായിരിക്കും, പിന്നീട് നമ്മൾ വലിയും. ലാസ്റ്റ് ഘട്ടം അവിടെ ഗിവപ്പ് ചെയ്യുന്ന ആൾ തോറ്റുപോകും. അപ്പോൾ തോൽക്കാനാണോ ഇത്രയും നമ്മൾ വന്നത് എന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. താങ്കൾ ആലോചിക്കൂ. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം.